തീർച്ചയായും കേരള കോൺഗ്രസ് എം പിളർപ്പിന്റെ വക്കിൽ എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ അഥവാ പിളർന്നിരിക്കുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനുള്ളിൽ എന്ന വാർത്ത കൂടിയാണ് നമ്മൾ ഇപ്പോൾ നൽകുന്നത്. തീർച്ചയായും ഇതിന്റെ തത്സമയ വിശദാംശങ്ങൾ അടക്കം പോകാം. അല്പസമയത്തിനുള്ളിൽ ആന്റണി രാജുവിന്റെ വാർത്താ സമ്മേളനമുണ്ട്, അവിടെയും ഞങ്ങൾ തത്സമയ വാർത്തകളുമായി ചേരുന്നതാണ്. തീർച്ചയായും ഇപ്പോൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആ അതിഥി തന്നെയാണ് നമ്മോടൊപ്പം ഉള്ളത്. ആർ ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസിലെ മുതിർന്ന നേതാവ് ആർ ബാലകൃഷ്ണപിള്ളയാണ് നമ്മോടൊപ്പം ചേരുന്നത്. പിള്ള സാർ, നിർണായകമായ ചില കാര്യങ്ങളാണ് വിവിധ ഘട്ടങ്ങളിൽ നിരീക്ഷകരാകെ വിശദീകരിച്ചു. കാവ്യനീതിയാണ്. KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് മാണിയുമായി അടിയിട്ടിതാ പുറത്തേക്ക് പോകുന്നു എന്നത്. താങ്കൾക്ക് ആ ചരിത്രങ്ങളടക്കം ഞങ്ങളെ ഓർമ്മിപ്പിക്കാം. ഒന്ന്, എനിക്ക് സമയമെടുക്കുന്നതിന് ക്ഷമിക്കണം. ഒന്ന് ഇതൊക്കെ സംഭവിക്കേണ്ടതാണ്. ചതിയിലും വഞ്ചനയിലും കൂടി കുതികാൽ വെട്ടിലും കൂടി കടന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് മാണി. ഒരു നേതാവേ ആയിരുന്നില്ല ഈ പാർട്ടി വരുമ്പോൾ. മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ പാർട്ടിയിൽ 1965 പാലായിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ശ്രീ KM മാണി. എന്ന് പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല. KM മാണി ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ഇത്രയും അതിന് കൂട്ടുനിന്നത് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം എല്ലാ വൃത്തികേടുകൾക്കും അതിന് മുമ്പ് കൂട്ടുന്നത് കോൺഗ്രസ് ആണ്. ഉമ്മൻചാണ്ടി, ആന്റണി, ആദർശധീരന്മാരെന്ന് പറയുന്നവരാണ് ഈ എല്ലാ കുളരുതായ്മകൾക്കും കൂട്ടുന്നത്. ഒരു സീരിയസ് ആയിട്ട് ഒരു സ്വാധീനമില്ലാത്ത പല സ്ഥലങ്ങളിലും മാണിക്ക് സീറ്റ് കൊടുത്ത് അവിടെ ഇവിടെയും നിന്ന് സീറ്റുണ്ടാക്കി മുന്നണി മാറുമ്പം ആ സീറ്റെല്ലാം കൂടെ എടുത്തു വെച്ച് മാണി രാഷ്ട്രീയം കളിക്കുകയായിരുന്നു. ഇവിടെ ഇന്നിപ്പോ സംഭവിക്കേണ്ടത് സംഭവിച്ചു. നേരത്തെ സംഭവിച്ചതിന്റെ ബാക്കി നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ശ്രീ KM ജോർജ് സാറും ഞാനും കൂടിയാണ് ഈ പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നത്. ജോർജ് സാറ് ചെങ്കുമുട്ടി മരിക്കാൻ കാരണം KM മാണിയാണ്. എല്ലാവർക്കും അറിയാം. അതിപ്പോ ഇന്നിപ്പോ ഇന്ന് ഇറങ്ങാൻ പോകുന്ന ആളുകളും അത് പറയും. അത് നേരത്തെ ഒന്നും പറഞ്ഞില്ല, അവരാ പറയാൻ പോകുന്ന ഈ കാര്യങ്ങളൊക്കെ. ഒന്ന് ഇന്ന് മാണി ചെയ്യേണ്ടതൊക്കെ ഒരു റൗണ്ട് പൂർത്തിയാക്കി. KM ജോർജ് മരിച്ചു. PT ചാക്കോയെ ജീവിച്ചിരുന്നപ്പോ KPCC യോഗത്തിൽ KC എബ്രഹാത്തിന് വേണ്ടി വോട്ട് ചെയ്ത് PT ചാക്കോയെ KPC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തോൽപ്പിച്ചു. ഞാനന്ന് KPCCയിലുണ്ട്. മാണി പിന്നെ വളരെ കഴിഞ്ഞാണ് KPCC വരുന്നത്. ഞാൻ 1958 മുതൽ KPCCയിൽ എക്സിക്യൂട്ടീവിലുള്ള ആളാണ്. അത് കഴിഞ്ഞ് PT ചാക്കോയെ തകർത്തു എന്ന് മാത്രമല്ല, PT ചാക്കോ മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഒന്ന് കാണാൻ പോലും തിരുതക്കര മൈതാനത്തോ വീട്ടിലോ വരാത്തയാളാണ് ശ്രീ KM മാണി. അതിനുശേഷം PC തോമസ് എന്ന് പറയുന്ന കോൺഗ്രസിലായിരുന്നു ആ കൊച്ചൻ. അയാളെ വിളിച്ചുകൊണ്ടുവന്ന് വാഴൂർ സ്ഥാനാർത്ഥിയാക്കി തോൽപ്പിച്ചു. അയാളെ പുറത്താക്കി. അയാളെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. PT ചാക്കോയുടെ പേരിലുണ്ടാക്കി ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അത് കഴിഞ്ഞ് KM ജോർജ് സാറിനെ ശരിപ്പെടുത്തി. KM ജോർജ് സാറിന്റെ മകനെ ഇതിനകത്ത് കൊണ്ടുവന്ന് അയാളെ നശിപ്പിക്കാവുന്നിടത്തോളം നശിപ്പിച്ചു. അയാളെ നശിപ്പിക്കാവുന്നിടത്തോളം നശിപ്പിച്ച് അയാൾക്കൊരു സീറ്റ് പോലും കൊടുക്കാതെ ഒരു സ്വാധീനവും ഇല്ലാതെ പാർട്ടിയിലൊന്നും അല്ലാതാക്കി. അപ്പൊ PT ചാക്കോയുടെ മകനെ തകർത്തു. KM ജോർജിന്റെ മകനെ ഇപ്പൊ തകർത്തിരിക്കുന്നു. ഇപ്പൊ മാണിയുടെ ഒരു റൗണ്ട് പൂർത്തിയായി. ഉദ്ദിഷ്ട ലക്ഷ്യം പൂർത്തിയായി. അതായത് എന്നെ നേരത്തെ തകർക്കാൻ ശ്രമിച്ചു. ഞാൻ അല്പമൊക്കെ ബുദ്ധി രാഷ്ട്രീയത്തിലുള്ളത് കൊണ്ട് ഞാൻ ഇന്നൊക്കെ രക്ഷപ്പെട്ട് ഈ 81 വയസ്സ് വരെ ഞാൻ പിടിച്ചു നിന്നു. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ അന്നുണ്ടായിരുന്ന എല്ലാവരെയും തകർത്തു. അതാണ് PT ചാക്കോയുടെ മകൻ PC തോമസിനെ തകർക്കുന്നു. KM ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജിനെ തകർക്കുന്നു. മാണിക്ക് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇതാ തന്റെ മകനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി അവരോധിക്കുന്നു. തന്റെ മകനെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നു. മാണിക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഓപ്പറേഷൻ ഉണ്ട്. താങ്കൾ നേരത്തെ നിരീക്ഷിച്ചതുപോലെ ആ ചതിയുടെ വഞ്ചനയുടെ തിരിച്ചടിയാണ് മാണി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇനി മാണിക്ക് ആരില്ലെങ്കിലും നേരിടുന്നത്. അതായത് തന്റെ മകനെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ കുറെ കാലാളന്മാര് കൂടെ നിൽക്കുന്നെങ്കിലും അതൊരിക്കലും വിജയിക്കില്ല. കാരണം ദൈവം, നിങ്ങളുടെ ഇരിക്കില്ല, ദൈവവിശ്വാസിയാണ്, ഞാനെല്ലാം കാണുന്ന ആളാണ്. അതൊന്നും ഫലപ്പെടാൻ പോകുന്നില്ല. മാണി
ഇതുകൊണ്ട് ഇതിപ്പോ കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് ബിഷപ്പന്മാരുടെ സപ്പോർട്ട് ഇല്ലാത്ത കേരള കോൺഗ്രസ് നിൽക്കാൻ നോക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാനായിരിക്കണമായിരുന്നല്ലോ കേരള കോൺഗ്രസിന്റെ തലപ്പത്തിന്നും. ഞാൻ എന്തുകൊണ്ടാണ് പുറന്തള്ളപ്പെട്ടു? കെ എം ജോർജിന്റെ കാലത്ത് തന്നെ അദ്ദേഹം മന്ത്രിയായപ്പോ പാർട്ടി ചെയർമാൻ ആയ ആളാണ് ഞാൻ. പാർട്ടി പിളരുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു കത്തോലിക്കനല്ലാത്തത് കൊണ്ട് എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അപ്പോ ഇത് മാണിയുടെ ഒന്നും ചുണയല്ല. കുറെ അധികം അന്ന് ഏതാണ്ട് പൂർണ്ണമായി തന്നെ കാത്തലിക് ബിഷപ്സ്, മറ്റുള്ള ബിഷപ്സ് ഇല്ല, നോൺ കാത്തലിക് ബിഷപ്സ് ഇല്ല, അവരെ കൂടുതലും മനോരമയായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഇപ്പൊ അല്ലെങ്കിലും. അപ്പൊ ഈ കാത്തലിക് ബിഷപ്സിന്റെ സപ്പോർട്ട് ആർക്ക് കിട്ടുമോ അതാണ്. പി ജെ ജോസഫും മാണിയും തമ്മിൽ പിരിഞ്ഞപ്പോ കാത്തലിക് ബിഷപ്സ്, തിരുവിതാംകൂർ ഭാഗത്തുള്ള കാത്തലിക് ബിഷപ്സ് ആണ് രണ്ടുപേരെയും നിലനിർത്തിയത്. ഇപ്പൊ കോതമംഗലം, ഇടുക്കി ഇതൊക്കെ പി ജെ ജോസഫിന്റെ കൂടെയും, ചങ്ങനാശ്ശേരി, പാല, കാഞ്ഞിരപ്പള്ളി, അന്നത്തെ കാഞ്ഞിരപ്പള്ളി, ഇവരൊക്കെ മാണിയുടെ കൂടെ നിന്നു. അതാണ് രണ്ട് കേരള കോൺഗ്രസ് പിടിച്ചു നിന്നത്. അത്തരത്തിലൊരു സാമുദായിക പിന്തുണ ഉണ്ട് എന്നുള്ളതല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? പക്ഷെ ഒരു കാര്യം കൂടി സാർ, പിള്ള സാർ ഈ ഘട്ടത്തിൽ ഒരു കാര്യം കൂടി, ഈ പി ജെ ജോസഫിന്റെ സ്ഥിതി എന്താകും? അല്ലെങ്കിൽ പി ജെ ജോസഫ് ഒരു കൗച്ച് പൊട്ടറ്റോയെ പോലെയാണ് പെരുമാറുന്നതെന്നാണ് ഒരുപക്ഷെ ഫ്രാൻസിസ് ജോർജിന്റെ അടക്കമുള്ള വിമതർ ഉള്ളിൽ പറഞ്ഞതത്രേ. അത്തരത്തിലൊരു നിർഗുണ നിലപാടിലേക്കാണ് പി സി ജോർജ് അതപ്പതിച്ചിരിക്കുന്നത്. എന്താണ് പി സി ജോർജിന്റെ പി ജെ ജോസഫിന്റെ ഭാവി? അദ്ദേഹം നിസ്സഹായനാണ്. കാരണം ഇത് നയിക്കാനുള്ള ഒരു കഴിവ് ആരോഗ്യപരമായി ഇല്ല. പിന്നെ പി ജെ ജോസഫ് കടന്നു വന്നതും ഈ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുതികാൽ വെട്ടിയാണ് ആദ്യത്തെ. പക്ഷെ അവിടെയൊക്കെ ഉള്ളതെന്ന് പറഞ്ഞത് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയിരുന്ന പല ഡയസിസിന്റെയും രൂപതകളുടെയും സഹായമാണ്. ഇന്നിപ്പോ ആ സഹായമില്ല. ഇപ്പൊ ഇടുക്കി തിരുമേനി, കാഞ്ഞിരപ്പള്ളി തിരുമേനി, അതുപോലെ തന്നെ കോഴിക്കോട്, വയനാട്, അതുപോലെ പിന്നെ ഇന്ന് ഇപ്പോ ഒരു വളരെ സപ്പോർട്ട് എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ളവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ ചുരുക്കമേ ഉള്ളൂ മാണിക്ക്. ഈ കോതമംഗലം ബിഷപ്പ് പിന്നെ ആ കാലഘട്ടത്തിൽ, ഇപ്പോഴത്തെ ബിഷപ്പല്ല, ആ കാലഘട്ടത്തിൽ കോതമംഗലത്തിൽ തിരുമേനി പി ജെ ജോസഫിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ അങ്ങനെ ഡയസിസിൽ തിരിച്ചുള്ള സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത്. കുറെ കാലമായി ഇത് പോഞ്ഞുകൊണ്ടിരിക്കുക. മാണി ആരെയും അംഗീകരിക്കില്ല, ജോസഫിനെ അംഗീകരിക്കില്ല. ഇനി ജോസഫ് അവിടുന്ന് പിരിഞ്ഞില്ലെങ്കിൽ ജോസഫിന്റെ രാഷ്ട്രീയ അന്ത്യം വളരെ താമസിയാതെ ഉണ്ടാകും. തീർച്ചയായും ജോസഫിന്റെ രാഷ്ട്രീയ അന്ത്യം ഉണ്ടാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ അതിൽ പുരോഗമിക്കുന്നത്. അതിനുള്ള മാണിയുടെ കരുക്കളൊക്കെ പൂർണ്ണമായിരിക്കുന്നു. അതെ, രക്ഷ വേണമെങ്കിൽ ഫ്രാൻസിസ് ജോർജിനോടൊപ്പം പോകണമെന്നല്ല ഉപദേശവും ഉണ്ടോ? അല്ല, അങ്ങനല്ല. വെട്ടാവുന്ന ആളുകളെയൊക്കെ വെട്ടി മുന്നോട്ട് പോയിട്ട് അവസാനം ജോസഫിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾ ഇല്ലാതെ വരുമ്പോഴും, ബിഷപ്പിന്റെ സപ്പോർട്ട് ഇല്ലാതെ വരുമ്പോഴും സ്വാഭാവികമായി ജോസഫ് ഒറ്റപ്പെടുന്ന ജോസഫിനെ മാണി ശരിപ്പെടുത്തും. അതാണ് മാണിയുടെ ഒരു രാഷ്ട്രീയ ലൈനതാണ്, രാഷ്ട്രീയമായ ഒരു കഴിഞ്ഞ കാലങ്ങളിൽ എടുത്തിട്ടുള്ള ഒരു ലൈനതാണ്. ഓരോരുത്തരെ ഒരു ഒറ്റപ്പെടുത്തി അവരെ ശരിപ്പെടുത്തുക എന്നുള്ളതാണ്. അതാണ്, അത് തന്നെയാണ് ഇവിടെയും തുടരുന്നത്. അങ്ങനെ ഒരു ഗതി തന്നെയാകും പി ജെ ജോസഫിന് ഉണ്ടാവുക. ഒരു കാര്യം വ്യക്തമാണ്, പി ജെ ജോസഫിന് തൊടുപുഴ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇനി ജയിച്ചു കയറാൻ ഇവരൊക്കെ ഇപ്പത് ഈ കെ എം ജോർജ് സാറിനോട് വലിയ താല്പര്യം ഉണ്ടായിരുന്നാണ് കോതമംഗലം ഡയസിസിലും അങ്ങനെയുള്ള ഡയസിസിലും. അപ്പൊ ആ ഏരിയയിൽ ഇപ്പോ കാഞ്ഞിരപ്പള്ളി തിരുമേനിയും ഇടുക്കി തിരുമേനിയും കോതമംഗലം തിരുമേനിയൊക്കെ ഒരു സ്റ്റാൻഡ് എടുത്താൽ മാണിയുടെ കയ്യിലിരിക്കുന്ന ഒരു 3-4 സീറ്റുകളോട് അങ്ങ് പോകും. 2-3 സീറ്റെങ്കിലും പോകും. അതായത് താങ്കളുടെ ഒരു രാഷ്ട്രീയ പരിണിതപ്രജ്ഞമായ ചിന്തയിൽ ഒരുപക്ഷെ ഫ്രാൻസിസ് ജോർജിന്റെ ഈ പോക്ക് മാണിക്കും നിലവിലുള്ള കേരള കോൺഗ്രസിനും വൻ പ്രഹരമേക്കും. കാരണം ഞാൻ പറയാം, മാർക്സിസ്റ്റ് മുന്നണിക്ക് ശരിയായ കുറെ വോട്ടുണ്ടല്ലോ എല്ലായിടത്തും. മാർജിൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് മാർജിനേ ഉള്ളൂ. ആ മാർജിൻ മേക്കപ്പ് ചെയ്യാനും അതിന്റെ പകുതിയെങ്കിലും എടുക്കാനുമുള്ള കഴിവ് ഈ മുന്നണിയിലെ ഇടതുപക്ഷ മുന്നണിയിൽ വരുന്ന ഈ സെറ്റിനുണ്ടെങ്കിൽ, ഇടതുപക്ഷ മുന്നണിയെ സഹായിക്കുന്ന ഇവർക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സീറ്റുകളിൽ ചിലതൊക്കെ പിടിച്ചെടുക്കാൻ കഴിയും.
ഞാൻ പറഞ്ഞ മനസ്സിലായി. അതൊക്കെ അത് ഇനി ഒരു ഘട്ടത്തിൽ ഒരു പക്ഷേ അവരുടേതായ ചർച്ചകളൊക്കെ എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് പറയാം. ശ്രീ പിള്ള സാർ, അതായത് ഈ കേരള കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കോതമംഗലം, ഇടുക്കി, കാഞ്ഞിരപ്പള്ളി, പാല ഇത്തരത്തിലൊരു സാമുദായികമായ ഈ ഒരു പിന്തുണ കൂടി, അല്ലെങ്കിൽ ആ ഒരു പൗരോഹിത്യ പിന്തുണ കൂടി കേരള കോൺഗ്രസിനുണ്ടല്ലോ, അതാണ് അവരുടെ ബേസ്. അങ്ങനെയെങ്കിൽ KM ജോർജിൻ്റെ മകൻ ഫ്രാൻസിസ് ജോർജിനോടുള്ള പിന്തുണ ഏത് ഘട്ടത്തിലായിരിക്കും? പണ്ട് PJ ജോസഫിന് നൽകിയതുപോലെ ആകുമോ? മുഴുവനാകുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കോതമംഗലത്തെ, ഇടുക്കിയുടെ കഴിഞ്ഞ തവണ തന്നെ ഫ്രാൻസിസ് ജോർജ് അന്ന് ഇടതുപക്ഷ മുന്നണി സ്വീകരിച്ച നിലപാട് അംഗീകരിച്ചതെങ്കിൽ എനിക്ക് നേരിട്ട് അറിയാം. ഫ്രാൻസിസ് ജോർജ് ഇന്ന് പാർലമെന്റിൽ ഇരിക്കേണ്ട ആളാണ്. അതെ, അന്ന് ഏതായാലും അവിടുത്തെ ചില സീറ്റുകളെ സംബന്ധിച്ചോളം മാണിയുടെയും കോൺഗ്രസിന്റെയും കുത്തക അവസ്ഥകൾ, അതായത് മൂവാറ്റുപുഴയിൽ ഈ മാറ്റം കൊണ്ട് ആ മാർജിൻ തിരുത്താൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മൂവാറ്റുപുഴ, കോതമംഗലം, ഇടുക്കി മുതലായി ഉള്ള സീറ്റുകളിൽ കുറച്ച് മാറ്റം വരും. ജയിക്കും തോക്കും എന്നൊക്കെ പറയാനിച്ചോട് കഴിഞ്ഞേ പറയാനൊക്കത്തുള്ളൂ. പക്ഷേ അവിടെയൊക്കെ ഈ ജോർജ് സാറിനോട്, പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ആ മേഖലകളിലെ പിന്നെ ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടവരുടെയും പിന്തുണ ഇവർക്ക് നേടാൻ കഴിഞ്ഞാൽ അതാണ് കേരള കോൺഗ്രസിന്റെ ഒരു ബാങ്ക് ഡിപ്പോസിറ്റ് എന്ന് പറയുന്നത്. അതെ, അത് നഷ്ടപ്പെടും. മാണിക്ക് കൃത്യമായി ഈ ഭീഷണി അറിയാം. ഇപ്പോൾ മാണിക്ക് അതുകൊണ്ട് അവർ ഭയപ്പെടുകയും ചെയ്യുന്നു. മാണി അറിയാം, ഇപ്പോഴറിഞ്ഞു കൊടുക്കാൻ. കാരണം മാണി ചെന്നെത്താവുന്നിടത്തോളം അവസരങ്ങളിൽ ചെന്നെത്തി കഴിയും. മാണി സറണ്ടർ ചെയ്തല്ലോ യഥാർത്ഥത്തില്. മാണി ജോസഫും സറണ്ടർ ചെയ്തു. ഇപ്പൊ തന്നെ കുരുളാനെ, ക്ഷമിക്കണം അങ്ങനെ പേര് ഞങ്ങൾ കുരുളാൻ എന്നാ വിളിക്കുന്നത്, നമ്മുടെ കോതമംഗലം MLA അദ്ദേഹത്തെ അല്ല എല്ലാരും പരസ്യമായിട്ട് അങ്ങനെ വിളിക്കുന്നത്, മോശമുള്ള പേരൊന്നും അല്ല, അങ്ങനെയാണ് ഞങ്ങൾ അറിയപ്പെടുന്നത് പെട്ട പാർട്ടിയിൽ. പുള്ളിയെ ആ കുരുവിള മാറിക്കൊടുക്കാവെന്ന് പറഞ്ഞ തന്നെ സറണ്ടർ അല്ലേ? സറണ്ടർ ആണല്ലോ. അപ്പൊ ഇയാൾക്ക് വേണ്ടി മാറിക്കൊടുക്കാമെന്നാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ തന്നെ ഒരു സറണ്ടർ ആയി കഴിഞ്ഞു. പിന്നെ KC ജോസഫിന് സീറ്റ് കൊടുക്കാം, കുട്ടനാട്, എന്നിട്ട് അത് കാര്യമാരുക, അങ്ങനെയാണല്ലോ മാണി ചെയ്യുന്നത് എപ്പോഴും. അപ്പൊ ഏതായാലും ഈ മാണിയുടെ കണക്കുകൂട്ടലുകൾ, ആദ്യത്തെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കഴിഞ്ഞു. മാണിയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞത് ജോസ് കെ മാണിയെ തന്റെ പിൻഗാമിയാക്കാനാണ്. അത് ജോസഫിന് വിരോധമില്ല, കാരണം ജോസഫിന് ആരോഗ്യമില്ല, ജോസഫിന് അങ്ങനെയൊന്നും ചിന്തിക്കാനുള്ള കഴിവില്ല. അതാണ് ഈ PJ ജോസഫിന് പഴയ ഫയർ ഒന്നുമില്ല. ഈ ഫ്രാൻസിസ് ജോർജ് ഒക്കെ പറയുന്നത് അത് തന്നെയാണ്. ഒരു കാര്യങ്ങളിലും മാണി സാറിനോട് തന്റെ നിലപാട് ലയനത്തിന് ശേഷം പറയാൻ ഒരുപക്ഷെ PJ ജോസഫിന് ഒരു കെൽപ്പില്ലാതായി, നമ്മുടെയൊക്കെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. അല്ല, ലയനത്തിന് ശേഷം ഇവരൊന്നുമില്ലാതായില്ലേ? കമ്മിറ്റികൾ പോലും കൊടുക്കില്ല ഇവർക്ക്. ഇവർക്കൊരു നല്ല കമ്മിറ്റി പോലും കൊടുക്കില്ല. ഈ 9 ബോർഡുകളും കാര്യങ്ങളും കിട്ടിയതിൽ ഏറ്റവും നല്ല വല്ലതും ഒക്കെ ചെയ്യാൻ കഴിയുന്ന, ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു അധികാരമുള്ള ബോർഡുകളും കമ്മിറ്റി ഇവർക്കൊക്കെ എന്തോന്നാ കൊടുത്തിരിക്കുന്നത്? പിന്നെ കന്നുകാലി വളർത്തൽ കേന്ദ്രം, പിന്നെ വേറെ 2 സിൽവികൾച്ചർ, ഇങ്ങനെയുള്ളതൊക്കെ അല്ലേ ഇവർക്ക് 2-3 കൊടുത്തത്. സാറിന്റെ ഒരു നിരീക്ഷണത്തിൽ മാണിക്കും അല്ലെങ്കിൽ ഈ PJ ജോസഫിനും ഒക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിലാകും അടി കിട്ടാൻ പോകുന്നത് ഫ്രാൻസിസ് ജോർജ് ഗ്രൂപ്പിന്റെ ഈ ഭിന്നതയോടുകൂടി? ഞാൻ പറഞ്ഞല്ലോ, ഫ്രാൻസിസ് ജോർജ് ഗ്രൂപ്പ് അല്ല ഇതിനകത്ത് യഥാർത്ഥ ശക്തി. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കിയില്ലേ? അതായത് 2-3 ആ ഏരിയയിലെ ഇന്ന് തിരുമേനിമാര് കുറച്ച് മോശമായി മാണിക്കെതിരായി നിൽക്കുന്ന ആളുകൾ, അതായത് ബിഷപ്പ്മാര്, തിരുമേനിമാര് എഗൻസ്റ്റ് ആയാൽ കേരള കോൺഗ്രസിന്റെ മൂഡ് പറയും. അതായത് ഈ ഫ്രാൻസിസ് ജോർജ് എന്നുള്ളതല്ല. ഫ്രാൻസിസ് ജോർജിനെ വിട്ട് കോതമംഗലം ഡയസിസ് പോലുള്ള ഡയസുകൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ട് വരും. ബന്ധോ സ്വന്തവും മറ്റു കാര്യങ്ങളും അച്ഛന്മാരും ഒക്കെ. ഇനിയിപ്പോ അച്ഛന്മാരും ഒക്കെ ഇപ്പൊ തന്നെ തിരുവനന്തപുരത്തെ ബിഷപ്പ് ഉമ്മൻചാണ്ടിയെ പോലെ ഒരു കള്ളനില്ല, വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തതിൽ 6 കാലവേഷമുള്ള പലപ്പോഴും പറഞ്ഞപ്പോ മിണ്ടായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് കർദിനാൾ പറഞ്ഞില്ലേ, വഞ്ചനയാണ്, വഞ്ചകനാണ് എന്ന് പറഞ്ഞല്ലോ. അദ്ദേഹം വലിയ കോൺഗ്രസ് പിന്താങ്ങിയ ആളാ. തിരുവനന്തപുരത്തെ കർദിനാൾ തിരുമേനി വലിയ കോൺഗ്രസ്, അദ്ദേഹം കോർപ്പറേഷൻ ഇലക്ഷനിൽ പോലും UDFനെ സഹായിക്കാനും UDFന് സ്ഥാനാർത്ഥി നിർത്താനും ശക്തമായി നിന്ന ആളാണ്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലും അതായിരുന്നു. അരുവിക്കരയിൽ അദ്ദേഹം തന്റെ കഴിവുകൾ മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിച്ച ആളാ. എനിക്ക് നേരിട്ടറിയാം.
അദ്ദേഹം പറഞ്ഞില്ലേ ഉമ്മൻചാണ്ടി വഞ്ചകരും കള്ളനുമാണ്, ഉം. ഞങ്ങൾ ബാലറ്റിൽ കൂടെ ചോദിച്ചോളാമെന്ന്. അതെ. അതേ മനോഭാവമുള്ള തിരുമേനിമാരുണ്ട്. ഉണ്ട്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള ആ മനോഭാവം ഒന്ന് ഇടപെട്ടോട്ടെ. വന്നാൽ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, ഇപ്പോൾ കെ എം മാണിയുടെ കീഴെയുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പമുള്ള നേതാക്കൾ പറയുന്നത് ഒരു MLA പോലും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഈ വിഭാഗത്തിന്, അല്ലെങ്കിൽ ഒരു MLA പോലും പുറത്തേക്ക് കൊണ്ടുവരാൻ ഈ വിഭാഗത്തിന്, ഫ്രാൻസിസ് ജോർജ് വിഭാഗത്തിന് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കെ എം മാണിയുടെ തട്ടകത്തിലും അതുപോലെ തന്നെ സിറ്റിംഗ് സീറ്റുകളിലും ഒക്കെ തന്നെ ശക്തമായി നിലനിൽക്കാൻ മാണി വിഭാഗത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. അല്ല, അത് മാണി സ്വന്തം തട്ടകത്തിൽ ജയിക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായി ഇത്തവണ തെരഞ്ഞെടുപ്പില്. സ്വന്തം തട്ടകത്തിൽ ജയിച്ചിട്ടുണ്ടോ മറ്റുള്ളവരെ, അത് വളരെ ടഫാണ്. കഴിഞ്ഞ തവണ 5000 വോട്ട് താഴെയാണ് ജയിച്ചത്. സ്വന്തം തട്ടകം ആദ്യം രക്ഷിച്ചെടുക്കട്ടെ, അത് കഴിഞ്ഞല്ലേ. അതായത് പറഞ്ഞ കാലഘട്ടത്തിൽ മാറ്റം വന്നു. പള്ളിയിൽ പോകുന്നവരൊക്കെ കോൺഗ്രസിനെ വോട്ട് ചെയ്യുമെന്നുള്ള നിലപാടൊക്കെ വളരെ മുമ്പേ മാറിപ്പോയി. നിക്കറിട്ട പോലീസിന്റെ കാലമല്ല ഇപ്പോ. അല്ല, പാൻറിട്ട പോലീസാ. അതെ, താങ്കളുടെ തന്നെ ഭാഷ ഞാൻ കടമെടുത്തതേ ഉള്ളൂ, ക്ഷമിക്കാം. ശ്രീ പിള്ള സാർ, അതായത് ഇപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഈ നിർണായകമായ രാഷ്ട്രീയ മാറ്റങ്ങൾ ഒരുപക്ഷെ ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ, ഒരുപക്ഷെ 6 മിനിറ്റിനുള്ളിൽ, ഏകദേശം കൃത്യമായ കണക്കനുസരിച്ച് 6 മിനിറ്റിനുള്ളിൽ ആന്റണി രാജു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെ നിർണായകമായ ചില സൂചകങ്ങൾക്കായിരിക്കും വരും നാളുകൾ സാക്ഷ്യം വഹിക്കുക. പിള്ള സാർ, അങ്ങനെ പറഞ്ഞുകൂടെ? അതേപറ്റിയൊന്നും എനിക്കൊരു സംശയമില്ല. എനിക്ക് കേരള കോൺഗ്രസ് അറിയാവുന്ന പോലെ മാണിക്കും അറിയത്തില്ല. അതാണ് കാരണം കാസർഗോഡ് മുതൽ കേരള കോൺഗ്രസ് ശക്തമായി പ്രവർത്തിച്ച കാലഘട്ടത്തിൽ, മാണി വരുന്നതിന് മുമ്പ് കാലഘട്ടത്തിൽ, മാണി വരുന്നതിന് മുമ്പ് ഈ പാർട്ടിക്കുണ്ടായിരുന്ന ശക്തിയുടെ 10 ശക്തി ഇപ്പൊ ഇല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ചില പോക്കറ്റുകളിൽ ഒതുങ്ങി വെറും പണം ഉണ്ടാക്കുന്ന, അതായത് 10 പൈസ ആരോടും വാങ്ങിക്കരുത്, നേരെ കാര്യങ്ങൾ നടത്തണം, നല്ല ഗവൺമെന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞ് പി ടി ചാക്കോയുടെ അനുകാരികൾ ഇന്ന് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ നമുക്ക് അന്തം വിട്ടുപോകും. ഇന്നൊക്കെ കിട്ടിയ ചില വിവരങ്ങൾ നോക്കിയാൽ അന്തം വിട്ടുപോകും. ഇവിടെ നീതിയല്ലല്ലോ. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ ശിവൻകുട്ടി കൊടുത്ത DGPക്ക് കൊടുത്ത കടലാസ് സെപ്റ്റംബർ 28 കഴിഞ്ഞ വർഷം സെപ്റ്റംബർ 28 ഞാൻ കൊടുത്തതാ. അത് കഴിഞ്ഞ് ഞാൻ വിൻസെന്റ് അമ്പാളിന് കൊടുത്തു. ഫോണിൽ വിളിച്ചു. വിൻസെന്റ് അമ്പാൾ ഒരു നല്ല ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞു കിടക്കുന്നത് എനിക്ക് അഭിപ്രായമില്ല. നല്ല ഉദ്യോഗസ്ഥനല്ല, ഭരിക്കുന്നവരുടെ ഇഷ്ടമനുസരിച്ച് ഭരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് അതിന് പാരിതോഷികം കൊടുത്തത് വിവരാവകാശ കമ്മീഷണറായിട്ട്, മുഖ്യ ഇതായിട്ട്. ഞാൻ കൊടുത്തത് ഇതുവരെ ക്വിക്ക് വെരിഫിക്കേഷൻ പോയിട്ടില്ല. ഞാൻ മിണ്ടായിരിക്കുന്ന വെച്ചാൽ ഒരു ഗവൺമെന്റ് മാറി വരട്ടെ. 5 മന്ത്രിമാർക്കെതിരായി ഞാൻ തെളിവുകളെല്ലാം കൂടെ ചേർത്ത് കൊടുത്തു. ശിവൻകുട്ടി കൊടുത്ത് ക്വിക്ക് വെരിഫിക്കേഷൻ വന്നു. പക്ഷെ ശിവൻകുട്ടി കൊടുത്തിരിക്കുന്ന പല കാര്യങ്ങളും ഞാനും നേരത്തെ കൊടുത്തതാ. വന്നോട്ടാ, എനിക്ക് വരുമല്ലോ. ശിവൻകുട്ടിയോട് അന്വേഷിച്ചാൽ മതി, തെളിവ് ഞാനും കൊടുത്തോളാം. ഞാൻ പറഞ്ഞത് പി ടി ചാക്കോയുടെ പിൻഗാമികളായത്. പി ടി ചാക്കോയുടെ പിൻഗാമികളാ. പി ടി ചാക്കോയുടെ പിൻഗാമികളെ പറ്റി ഒന്നും പറയുന്നില്ല. ഒരു അദ്ദേഹത്തെക്കാൾ 10 വയസ്സ് പ്രായം കൂടുതലുള്ള ഒരു KPCC അംഗമായ അമ്മൂമ്മയായ ഒരു സ്ത്രീയോടുകൂടി പകൽ 10 മണിക്ക് തൃശ്ശൂർ യാത്ര ചെയ്തു എന്നുള്ളതിന് രാജിവെക്കേണ്ടി വന്ന പി ടി ചാക്കോ വലിയ മനുഷ്യരായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പുറത്തിറക്കിയ കോൺഗ്രസ്സുകാര് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ലോകത്ത് കേൾക്കാൻ കൊള്ളാത്ത വൃത്തികേടുക്കൾക്കെല്ലാം കൂട്ടുന്ന, സ്ത്രീ വിഷയം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുന്ന ആളുകൾ സന്തോഷത്തോടുകൂടി നിൽക്കുകയല്ലോ. അവർക്ക് ഇനിയും സീറ്റും കൊടുത്ത് നിർത്താൻ പോവല്ലേ. സർവേ എഴുതിയ എഴുത്ത് സർവേ ഒന്ന് പുറത്തു വിട്ടിരുന്നെങ്കിൽ, ഹൈക്കോടതി വിധികൾ വരട്ടെ, പുറത്തു വിട്ടിരുന്നെങ്കിൽ ഇവരൊരു 5-6 പേർക്ക് തെരഞ്ഞെടുപ്പിൽ ഇരിക്കാൻ ഒക്കില്ല. തീർച്ചയായും ആ കത്ത് വായിച്ച ആൾ കൂടിയാണ് താങ്കൾ എന്ന് തന്നെ അറിയാം. ശ്രീ പിള്ള, അതായത് ഈ നോക്കൂ, പീച്ചി യാത്രയുമായി ബന്ധപ്പെട്ട് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ദുർബലമായ സാഹചര്യം. വണ്ടിയൊന്നും തട്ടുന്നു, കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയായ ഉദ്യോഗസ്ഥയെ സംബന്ധിച്ച് അത്തരത്തിൽ വളരെ ദുർബലമായ സാഹചര്യം. പക്ഷേ ഇപ്പോൾ കത്തിൽ തന്നെ പേരുകളുള്ളവർ, എങ്ങനെയാണ് ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് എന്നൊക്കെയുള്ള പേരുകളുള്ളവർ ഉണ്ട് പി ടി ചാക്കോയുടെ അനുയായികളുടെ കൂട്ടത്തിൽ, അല്ലെങ്കിൽ കേരള കോൺഗ്രസിൽ. ഒരു ബിസിനസ്സുമായി വന്ന ഒരു സ്ത്രീയെ പീഡിപ്പിച്ചവരുടെ ലിസ്റ്റ പി ടി ചാക്കോ ചെയ്തതെന്ന് പറഞ്ഞാൽ കൂടുള്ള ആലുവ പാലസിൽ നിന്ന് പരസ്യമായി 10 മണിക്ക് അദ്ദേഹത്തിന്റെ കാറിൽ ഈ KPCC മെമ്പർ, അവർ ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നു, ഒരു അമ്മ മാത്രമല്ല അമ്മൂമ്മ കൂടിയായ ഒരു KPCC മെമ്പർ, അവര് യാത്ര ചെയ്തേനെ
ടി ചാക്കോയ്ക്കെതിരായിട്ട് വാളെടുത്തവരാണ് ഉമ്മൻചാണ്ടി സെറ്റ്. അതെ, അന്ന് ഉമ്മൻചാണ്ടി KSC വെച്ചോ, അതെ, ആന്റണി ഉമ്മൻചാണ്ടി ഈ സെറ്റ്, ആര്യാടൻ. ആ PT ചാക്കോയുടെയും പിന്നീട് വന്ന KM ജോർജിന്റെയും ഒക്കെ ഹൃദയം പൊട്ടി മരിക്കലിന് ഉത്തരവാദിത്വമുള്ള കാവ്യനീതിയാണ് രാഷ്ട്രീയമായി ഇവിടെ സംഭവിക്കുന്നത് എന്ന് തന്നെ വിലയിരുത്തുന്നതിൽ തെറ്റില്ല പിള്ള സാർ. അങ്ങനെ ഒരു തെറ്റുമില്ലല്ലോ. ഞാനത് ഇന്നും മനസ്സിൽ വേദനയോടുകൂടി കൊണ്ടുകിടക്കുന്ന ആളാണ്. കാരണം PT ചാക്കോയെ പോലെ നല്ല ഭരണാധികാരിയെ ഞാൻ കണ്ടിട്ടില്ല. PT ചാക്കോയെ പോലെ നല്ല ഭരണാധികാരിയെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ ഭരണാധികാരികൾ വന്നിട്ടുണ്ട്. പക്ഷെ അച്യുതമേനോൻ ഒഴിച്ച്, അച്യുതമേനോൻ നല്ല ഭരണാധികാരിയായിരുന്നു. അച്യുതമേനോൻ ഒഴിച്ച് പിന്നീട് വന്ന ഭരണാധികാരികളൊക്കെ പാർട്ടിക്ക് വേണ്ടിയാണെങ്കിലും പണം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ പൂജാമുറിക്ക് സമീപം PT ചാക്കോയുടെ ഫോട്ടോ അന്ന് വെച്ചിരുന്ന വ്യക്തിയാണ് താങ്കൾ എന്നൊക്കെ ചില ഓർമ്മക്കുറിപ്പുകളിൽ കേട്ടിട്ടുണ്ട്. ഇപ്പോഴും ഇന്നും ആ മനുഷ്യനെ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മനസ്സിൽ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് PT ചാക്കോയെ. അത്രമാത്രം ഒരു ഉത്തേജനമായിരുന്നു അദ്ദേഹം ഞങ്ങൾക്കൊക്കെ തന്നിരുന്നത്. ആ പാർട്ടിയാണ് ഈ നിലയിലായത്. ആക്കിയത് ആരാണെന്ന് ജനം തിരിച്ചറിയും, ചരിത്രകാരന്മാർ തിരിച്ചറിയും. തീർച്ചയായും വളരെ നന്ദി ശ്രീ R ബാലകൃഷ്ണപിള്ള. ഈ ഘട്ടത്തിൽ താങ്കൾ തീർച്ചയായും താങ്കളുടെ ഏറ്റവും യോഗ്യനായ വ്യക്തി, ഇത് പറയാനുള്ള ഏറ്റവും യോഗ്യനായ വ്യക്തി, സീനിയർ നേതാവ് എന്നുള്ള അർത്ഥത്തിൽ ഇതിനപ്പുറത്തേക്ക് PT ചാക്കോയുടെ കാലം മുതൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെയും പങ്കുവച്ചതിന് വളരെ നന്ദി. ഈ ഘട്ടത്തിൽ പീപ്പിൾ TVയുമായി സഹകരിച്ചതിന്. തുടർന്നുള്ള നിമിഷങ്ങളിൽ താങ്കളെ വീണ്ടും വിളിക്കാം എന്നും കൂടി പറയുന്നു. തീർച്ചയായും കേരള കോൺഗ്രസ്